അങ്ങനെ 2026 മെയ് മാസം 4-ാം തീയതി വോട്ടെണ്ണുമ്പോൾ UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ എഴുതി വെച്ചോളൂ, 6 മാസത്തിനകത്ത് പുതിയ ഉപതെരഞ്ഞെടുപ്പ്. KC വേണുഗോപാൽ ഉടുപ്പടിച്ചതായിട്ടാണ് അറിയുന്നത്. അതിൻ്റെ സൂചകമായിട്ടാണ് സുധാകരനും ഒരുപാട് ആളുകൾ ഇറങ്ങി പണി തുടങ്ങിയിട്ടുണ്ട്. അതിന് അതേ നാണയത്തിൽ തിരിച്ചെടുക്കാൻ സതീശൻ്റെ ആളുകളും രംഗത്തിറങ്ങിയിട്ടുണ്ട്. രണ്ടുപേരെയും അടിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തലയുടെ വാർ ഗ്രൂപ്പ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ 3 ടീമിൻ്റെയും വാർ ഗ്രൂപ്പ് ഇറങ്ങിയിട്ടുണ്ട്. AICC വളരെ വലിയ നിരാശയിലാണ്, രാഹുൽ ഗാന്ധിയൊക്കെ വലിയ നിരാശയിലാണ്. പക്ഷേ എങ്ങനെയാണ് സംഘടനാ സെക്രട്ടറിയായ KC വേണുഗോപാലിനോട് മുഖ്യമന്ത്രി ആവണ്ട എന്ന് പറയുന്നത്? അത് ശരിയല്ലല്ലോ. അപ്പോൾ എവിടെയാണ് KC മത്സരിക്കുക എന്നുള്ളതാണ്. ആലപ്പുഴയിൽ മത്സരിക്കാനുള്ള സാധ്യത കുറവാണ്. ആലപ്പുഴയിൽ അത്ര സുരക്ഷിത മണ്ഡലങ്ങൾ ഇപ്പോൾ കുറവാണ്. അങ്ങനെ വരുമ്പോൾ കണ്ണൂരിലെ ഇരിക്കൂർ എന്ന് പറയുന്നത് KC ജോസഫ് നിരവധി മുൻ ഗ്രാമവികസന മന്ത്രിയൊക്കെ ആയിരുന്ന ഉമ്മൻചാണ്ടിയുടെ വലം കൈയായിരുന്ന വളരെ വലിയ ആളായിരുന്നു. നിന്നപ്പോഴൊക്കെ ജയിച്ചിട്ടുള്ള, എത്ര പ്രാവശ്യം നിന്നിട്ടുണ്ടോ അത്ര പ്രാവശ്യം എല്ലാം ജയിച്ചിട്ടുള്ള KC ജോസഫ് എന്ന് പറയുന്ന വളരെ വലിയ ആളാണ്. ഇരിക്കൂർ മണ്ഡലം കോൺഗ്രസിൻ്റെ പരമ്പരാഗത മണ്ഡലമാണ്. ഇരിട്ടി അടക്കമുള്ള പ്രദേശം വരുന്ന ക്രിസ്ത്യാനികളുടെ മലയോര കർഷകരുടെ പ്രദേശമാണ്. മുഴുവൻ കോൺഗ്രസ് കുടുംബങ്ങളാണ്. അവിടെ നിന്ന് സജീവൻ ജോസഫ് എന്ന് പറയുന്ന ആളാണ് മത്സരിക്കുന്നത് കോൺഗ്രസിന് വേണ്ടി. സജീവൻ ജയിക്കും. അങ്ങനെ സജീവൻ രാജിവെക്കും എന്നാണ് കേൾക്കുന്നത്. അങ്ങനെ KC വേണുഗോപാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാനുള്ള ഉടുപ്പടിച്ചു കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്ത. ഇനി അങ്ങനെയാണെങ്കിൽ അതൊരു കഷ്ടമാണ്, സങ്കടമാണ്, പ്രയാസമാണ്. എങ്ങനെ വന്നാലും സതീശനോ രമേശ് ചെന്നിത്തലയ്ക്കോ കൊടുക്കേണ്ടതാണ് കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനം. പക്ഷേ മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി. അല്ലെങ്കിൽ പിന്നെ KC വേണുഗോപാൽ വന്ന് മത്സരിക്കണമായിരുന്നു. ഇത് KC വന്ന് മത്സരിക്കാതെ, അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ, ഞാനില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ് ഞാൻ ഒരു കാരണവശാലും മത്സരിക്കാനില്ല, മുഖ്യമന്ത്രി സ്ഥാനത്തേക്കില്ല എന്ന് പറയുകയും തൻ്റെ സഹപ്രവർത്തകരെ ഇളക്കി വിടുകയും, കാര്യം സുധാകരൻ MP-മാർ മത്സരിക്കാതിരിക്കണമെന്ന സ്റ്റാൻഡ് ശക്തമായി എടുത്തത് VD സതീശനാണ്. VD സതീശൻ്റെ നിലപാട് വളരെ ശക്തമായിരുന്നു MP-മാർ മത്സരിക്കേണ്ട എന്നുള്ള കാര്യത്തിൽ. അതിനെ വളരെ കൃത്യമായി സുധാകരൻ അതാണ് പണി കിട്ടിയത്, ആ 8ൻ്റെ പണി കിട്ടി. അതുകൊണ്ട് തന്നെ തിരിച്ചടിക്കുക എന്നുള്ള വളരെ കൃത്യമായ ഒരു പരിപാടി സുധാകരൻ തുടങ്ങി വെച്ചു. ഇതാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അവർക്ക് ചക്കളത്തെ പോരാട്ടം എപ്പോൾ നടത്തണമെന്ന് ആരും പറഞ്ഞു കൊടുക്കണ്ട. കറക്റ്റ് ടൈമിന് കറക്റ്റായിട്ടുള്ള ക്ലിക്ക് ചെയ്യാനായിട്ടുള്ള കഴിവ് അവിടെ നിന്ന് കിട്ടിയിരിക്കുന്ന അവർക്ക് കിട്ടുന്ന പരിശീലനം അതാണ്. അവർക്ക് ഈ KPCC ഈ രാജീവ് ഗാന്ധി സെൻറ്റർ വഴിയൊക്കെ കൊടുക്കുന്ന ട്രെയിനിങ് ഇതാണെന്നാണ് തോന്നുന്നത്. അവർക്ക് എപ്പോൾ അടിക്കണം, ആരെ അടിക്കണം, എങ്ങനെ അടിക്കണം, എവിടെ വെച്ച് അടിക്കണമെന്ന് വളരെ കൃത്യമായി അറിയാം. ഇങ്ങനെ അടിച്ചടിച്ചാണ് 10 വർഷം ഇപ്പോൾ പ്രതിപക്ഷത്തിരുന്നു. ഇന്ത്യയിൽ ഒരുപാട് വർഷമായി പ്രതിപക്ഷത്തിരിക്കുന്നു. ഇനിയും ഒരു 50 വർഷം കൂടെ പ്രതിപക്ഷത്തിരുന്നാൽ മാത്രമേ വരാൻ പറ്റുള്ളൂ എന്നുള്ള നിലയിലേക്കുള്ള പ്രവർത്തികളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദേശീയ തലത്തിലൊക്കെ ഇന്ത്യ മുന്നണിയൊന്നും ഒന്നുമല്ല, ഒരു കാര്യവുമില്ല എന്നുള്ള തമ്മിലടിച്ച് പൂച്ചയ്ക്ക് ഓരോരുത്തരും കിട്ടുന്ന പാലും ഓരോരുത്തരടുത്ത് കുടിച്ചുകൊണ്ട് പോകുമെന്ന് പറയുന്ന പോലെ യാതൊരു കോർഡിനേഷനും ഇല്ലാത്ത രീതിയിലാണ് ഇന്ത്യ മുന്നണിയൊക്കെ പോകുന്നത്. അതിനിടയിൽ എവിടെയാണ് നാഷണൽ ലെവലിൽ നരേന്ദ്രമോദി അടിക്കാൻ കഴിയുന്നത്? ഒരു കാരണവശാലും കഴിയുന്ന കാര്യമല്ല. ആ സമയത്താണ് ഇവിടെ കിട്ടുന്ന സ്ഥലത്തും ഇത്തരത്തിലുള്ള പരിപാടികൾ. VD സതീശൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ രമേശ് ചെന്നിത്തലയും പ്രതിപക്ഷ നേതാവ് ആയിരുന്നില്ലെങ്കിൽ പോലും ഒരുപാട് സാമൂഹ്യ വിഷയങ്ങളും ഗവൺമെൻറ്റിനെതിരായ വിഷയങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ വലിയ പങ്ക് രമേശ് ചെന്നിത്തലയ്ക്കുമുണ്ട്. അപ്പോൾ അവരെ രണ്ടുപേരെയും ഓവർടേക്ക് ചെയ്തുകൊണ്ട് KC വേണുഗോപാൽ ഇരിക്കൂറിൽ മത്സരിച്ച് മുഖ്യമന്ത്രിയാകും എന്നാണ് കേൾക്കുന്നത്. ഇത് വല്ലാത്തൊരു കേൾവിയാണ്. ആവട്ടെ, കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യമാണ്, നമുക്കത് പറയേണ്ട കാര്യമില്ല. ജനങ്ങൾ വോട്ട് ചെയ്യുന്നവരെ ഞങ്ങൾ വലിയ പുണ്യാളന്മാർ. വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പറയും ഞങ്ങളുടെ ആഭ്യന്തര കാര്യമാണ്, ഞങ്ങളുടെ പാർട്ടി തീരുമാനിക്കും, പിന്നെ കമ്മിറ്റി തീരുമാനിക്കും, പാർലമെൻ്ററി സമിതി തീരുമാനിക്കും എന്നൊക്കെ പറയുന്നു. 5 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്നൊരു വിഷയം. അവിടെ ഇലക്ഷനിൽ വോട്ടെടുപ്പ് കഴിഞ്ഞാൽ MLA-മാർ സത്യപ്രതിജ്ഞ കഴിഞ്ഞാൽ 5 മിനിറ്റ് ഒന്ന് കൂടിയിരുന്ന്, അല്ലെങ്കിൽ അതിനു മുമ്പേ 5 മിനിറ്റ് കൂടിയിരുന്ന് അവരെ പാർലമെൻ്ററി പാർട്ടി ലീഡർ ഇന്ന ആളാണെന്ന് തീരുമാനിക്കുകയും, എന്തെങ്കിലും തർക്കം ഉണ്ടെങ്കിൽ 1-2 പേര് വരികയാണ്, ഒന്നിലധികം പേര് വരികയാണെങ്കിൽ ആ പേര് കൂടി അവിടെ പറയുകയും അത് ഹൈക്കമാൻഡിനെ കൊടുക്കുകയും, അല്ലെങ്കിൽ ഹൈക്കമാൻഡിൻ്റെ സഹായത്തോടു കൂടി രാഹുൽ ഗാന്ധിയോ മല്ലികാർജുൻ ഖാർഗെയോ അല്ലെങ്കിൽ ദീപാ മുൻഷി എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേരുണ്ടല്ലോ, അവരുടെ സാന്നിധ്യത്തിൽ യോഗം ചേർന്ന് ഒരു പേര് തീരുമാനിച്ച് ഗവർണർക്ക് കൊടുക്കുകയും ചെയ്യുന്ന വളരെ ലളിതമായ ഒരു ചടങ്ങിന് വേണ്ടിയിട്ടാണ്, ഒരു ചെറിയ കാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ചക്കളത്തെ പോരാട്ടം. ഒരുപക്ഷെ ഇലക്ഷൻ്റെ വോട്ട് എടുപ്പ് കഴിഞ്ഞ് ഒരു 30 ദിവസത്തോളം കിട്ടുന്നുണ്ട്, 10-30 ദിവസം കിട്ടുന്നുണ്ട്. ഈ പെട്ടിയിലിരിക്കുകയാണ് ഈ സാധനം. അത് വെന്ത് അവിടെ ഇരിക്കുന്നു. അതിനെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാറ്റിനും അവസരം കിട്ടുന്നു. ആവശ്യം പോലെ അറുമാദിക്കാൻ അവസരം കിട്ടുന്നു. ആ അവസരം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ 3 നേതാക്കളും നന്നായി അവരുടെ ശിഷ്യന്മാരെ ഇളക്കി വിടുന്നു.
ശിഷ്യന്മാരാകട്ടെ, ശിഷ്യന്മാരുമുണ്ട്, കൂടെ നിൽക്കുന്നവരുമൊക്കെ ഉണ്ട്. ഇപ്പോൾ കെ സുധാകരനൊന്നും ശിഷ്യനല്ല, പക്ഷേ എങ്കിൽ പോലും വളരെ കൃത്യമായി അവർ, ഇപ്പോൾ കെ സുധാകരൻ്റെ വന്നിട്ടുണ്ട്, പഴകുളം മധു കെ സി വേണുഗോപാലിന് അനുകൂലമായി വന്നിട്ടുണ്ട്, ഒരുപാട് ആളുകൾ കെ സിക്ക് അനുകൂലമായി വന്നിട്ടുണ്ട്, കുറേ പേർ വി ഡി സതീശന് അനുകൂലമായി വന്നിട്ടുണ്ട്, മറ്റു കുറേ പേർ രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായി വന്നിട്ടുണ്ട്. എന്തായാലും രസകരമാണ് കാര്യങ്ങൾ, വളരെ മനോഹരമാണ്. അതിനിടയിലാണ് വരുന്ന വാർത്ത, കണ്ണൂർ ജില്ലയിലെ മലയോര ഗ്രാമമായ ഇരിക്കൂർ എന്ന് പറയുന്ന കെ സി ജോസഫ് നിരന്തരം ജയിച്ചുകൊണ്ടിരിക്കുന്ന, കോൺഗ്രസിലെ കെ സി ജോസഫ് നിരന്തരം ജയിച്ചുകൊണ്ടിരിക്കുന്ന ഇരിക്കൂർ മണ്ഡലത്തിൽ സജീവ് ജോസഫ് ജയിക്കുകയാണെങ്കിൽ സജീവ് ജോസഫിനെ രാജിവയ്പ്പിച്ച് അവിടെ കെ സി വേണുഗോപാൽ നിന്ന് മത്സരിച്ച് മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരും എന്നൊരു വാർത്തയും ഇപ്പോൾ അകത്തളങ്ങളിൽ കറങ്ങുന്നുണ്ട്. KPCC ആഫീസിന് വീണ്ടും സജീവമായിട്ടുണ്ട്. ഇതിനിടയിൽ തന്നെ ആരൊക്കെ PA ആവണം, ആരൊക്കെ ഡ്രൈവർ ആവണം, ആരൊക്കെ പേഴ്സണൽ സ്റ്റാഫിലുണ്ടാവണം, ഇനി UDF വന്നാൽ ഏതേത് പോസ്റ്റ് ആർക്ക് കിട്ടണം എന്നുള്ള ആളുകളെല്ലാം, ഒരുപാട് ആളുകൾ ഷർട്ടും പാൻറ്റും ഉടുപ്പും ഒക്കെ അടിച്ചു വച്ചതായി അറിയുന്നു. ഇതെല്ലാം ഒരു ദിവസം മെയ് 4 ഉച്ചയ്ക്ക് എല്ലാം ഫൈമി കാമുകന്മാരുടെ വെറുമൊരു മോഹമായി മാറുമോ, അതോ വിചാരിക്കുന്ന കാര്യം നടക്കുമോ? KC മുഖ്യമന്ത്രിയാകുമോ? ഇരിക്കൂറിൽ വീണ്ടും തിരഞ്ഞെടുപ്പ് നടക്കുമോ?